കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢശ്രമം തുടരുന്നു. 2000 രൂപ പെൻഷനിലെ കേന്ദ്ര വിഹിതമായ 300 രൂപ ഫെബ്രുവരി ഉൾപ്പെടെ 8 മാസമായി കുടിശ്ശിക. ഈ വകയിൽ 392 കോടി 36 ലക്ഷം രൂപയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ളത്. തുച്ഛമായ പെൻഷൻ വിഹിതം പോലും കേന്ദ്രം തരാതിരിക്കുമ്പോഴാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്ന സംസ്ഥാന ബിജെപിയുടെ പൊള്ളയായ വാഗ്ദാനം. UDF സർക്കാരിന്റെ കാലത്തെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്ത് നിലവിലെ പെൻഷൻ വർദ്ധിപ്പിച്ച് മുടങ്ങാതെ നൽകുകയാണ് LDF സർക്കാർ. 2000 രൂപ പെൻഷനിൽ 1700 രൂപ സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ കേവലം 300 രൂപ മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതം. എന്നാൽ അതുപോലും സംസ്ഥാനത്തിന് നൽകാതെ പിടിച്ചുവെക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. 2026 ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം 8 മാസത്തെ കുടിശ്ശികയാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. മാർച്ച് കൂടി ചേരുമ്പോൾ ഇത് 9 മാസമാകും. കുടിശ്ശിക ഇനത്തിൽ മാത്രം സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് 392 കോടി 36 ലക്ഷം രൂപ. എറണാകുളത്തെ വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാലേക്ക് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് കണക്കുകളുള്ളത്. വിതരണം ചെയ്യുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ കഴിഞ്ഞ 8 മാസത്തെ തുക കുടിശ്ശികയായിരിക്കുകയാണെന്നാണ് വിവരാവകാശ രേഖയ്ക്ക് നൽകിയ മറുപടിയിൽ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 8 മാസത്തെ പെൻഷൻ കുടിശ്ശിക തുകയായ 392.36 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും കേന്ദ്ര വിഹിതമായി സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണ്. 2000 രൂപ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളിൽ ഭൂരിഭാഗം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നും ഈ വിവരാവകാശ രേഖ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കേന്ദ്രവിഹിതം തടഞ്ഞുവെക്കുക വഴി സംസ്ഥാന സർക്കാർ ഫലപ്രദമായി നടപ്പാക്കുന്ന ക്ഷേമ പെൻഷൻ പദ്ധതികൾ അവതാളത്തിലാക്കുകയാണ് BJP സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ കേരളം നൽകുന്ന 1700 രൂപയ്ക്ക് പുറമെ കേന്ദ്രവിഹിതമായ 300 രൂപ കൂടി ചേർത്താണ് നിലവിൽ മുടങ്ങാതെ സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകുന്നത്. അതേസമയം തുച്ഛമായ 300 രൂപ വിഹിതം പോലും നൽകാതെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ ഞെരുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊള്ളയായ വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തുകയാണ് സംസ്ഥാന BJP. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നാണ് BJPയുടെ വാഗ്ദാനം. BJPയുടെ ഇത്തരം കേരള വിരുദ്ധ നിലപാടുകൾക്കും കാപട്യങ്ങൾക്കുമെതിരെ ശക്തമായ ജനരോഷമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.